അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് സമാഗതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും നാം പച്ചയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ എല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങളെ കഴിഞ്ഞുപോയ മഹത്തുക്കൾ, മഹാരഥന്മാർ സ്നേഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതം ഒപ്പിയെടുത്ത സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ പറയുന്നത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നത് അക്ഷരം പ്രതി സ്വീകരിച്ച് അതിന് എതിർവാക്കുകളോ ചോദ്യങ്ങളോ തട്ടുത്തരങ്ങളോ മുട്ടുത്തരങ്ങളോ ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേതാവായി, അമീറായി, അനുയായികളായ സഹാബത്തും നിന്നപ്പോൾ ഇവിടെ പലതും നേടിയെടുക്കാനും ഇവിടെ പലതും നടത്തുവാനും പരിശുദ്ധമായ ഇസ്ലാമിനും നബിക്കും സഹാബത്തിനും കഴിഞ്ഞു. കഴിഞ്ഞകാല ചരിത്രങ്ങളും സംഭവ വികാസങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത് അതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം നബി ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിസ്കാരത്തില് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ, അതുപോലെ എല്ലാ സമയവും എല്ലാ ദിവസവും നബി തങ്ങൾക്ക് നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളെ വേദനിപ്പിക്കുന്നത് സ്നേഹിക്കുന്ന ആൾക്ക് ഇഷ്ടമുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും സ്നേഹിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാളും വേദനിപ്പിക്കില്ല. നബി തങ്ങളെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനവും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുതാക്കുന്നൊരു വാചകം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമായി കാണിക്കുന്ന ഒരു വാക്ക് പോലോ ഉച്ചരിക്കാൻ സഹാബത്ത് തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ അച്ചടക്കത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ, അതേ സമാധാനത്തോടെ, സന്തോഷത്തോടെ ഇരുന്ന സഹാബികൾ. നിങ്ങൾ നോക്ക്, സഹാബികൾക്ക് നബി തങ്ങളെ കാണാതിരിക്കാൻ വയ്യ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങള്, നബി തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി ആരാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞില്ലേ, നബിയേ,
നിങ്ങളുടെ സദസ്സിൽ വെച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇരുന്നു കൊണ്ട് നിങ്ങളിലേക്ക് നോക്കല്, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കല്, നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കല്, നിങ്ങളുടെ വർണ്ണശബളമായ ആ മധുര മനോഹരമായ ആ മുഖത്തേക്ക് നോക്കൽ എന്റെ ആനന്ദമാണ്, എന്റെ കുളിരാണ്, എന്റെ സന്തോഷമാണ്, എന്റെ സായുജ്യമാണ്, എന്റെ സമാധാനമാണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ നോക്ക് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട സഹാബത്തിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സഹാബാ, ആർക്കാണ് ഒരു കൂട്ടം ആളുകളെ ഖുർആൻ പഠിപ്പിക്കാൻ കഴിയുക? ആർക്കാണ് ഒരു കൂട്ടം ആളുകളെ പാവപ്പെട്ടവരെ ശരീരം കൊണ്ട് സഹായിക്കാൻ ആർക്കാണ് കഴിയുക? അപ്പോഴാണ് സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്. ആ സഹാബത്തിന്റെ കൂട്ടത്തില് ഒരാളെ നേതാവാക്കുന്നു. ആരാണ്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ നേതാവാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് നേതാവാക്കുന്നു. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ജഅഫർ റളിയല്ലാഹു അൻഹു, അതാ ജഅഫർ തങ്ങൾ ബക്കാബുക്കാൻ ശദീദ, കരയുകയാണ്. അതേ കരയുകയാണ്. അവിടുത്തെ കണ്ണിൽ നിന്ന് ബാഷ്പകണങ്ങൾ ധാരധാരയായി ഒഴുകുകയാണ്. ചോദിക്കുന്നു, ആരാണ് നേതാവ്? ചോദിക്കുകയാണ് അനുയായിയോട്, ആരാണ് നേതാവ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഓ ജഅഫർ തങ്ങളെ, എന്തിനാ കരയുന്നത്? തങ്ങളെ എന്തിനാ കരയുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അപ്പോഴാണ് ജഅഫർ തങ്ങൾ പറയുന്നത്, എനിക്ക് തങ്ങളെ പറഞ്ഞിട്ട് പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, വിഷമമുള്ളത് കൊണ്ടല്ല. പടച്ച റബ്ബേ, എന്റെ ഭാര്യയെ കാണില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ല, എന്റെ മക്കളെ കാണുകയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ല. ഞാൻ കരയുന്നത് എന്തിനാ നബിയേ? സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ മുഖം ഇനി കാണാൻ കഴിയില്ലല്ലോ, നിങ്ങളുടെ കൂടെ ഇനി ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, നിങ്ങളുടെ കൂടെ ഇനി നടക്കാൻ കഴിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. നിങ്ങളെ ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് പറഞ്ഞയക്കുകയാണ്, തിരിച്ചു വന്നാൽ വന്ന് സുബ്ഹാനല്ലാഹ് നബി തങ്ങളെ കണ്ടുകൊണ്ടിരിക്കല്, നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കല്, നബി തങ്ങളാതാ വാക്ക് കേൾക്കല് സമാധാനം കണ്ടെത്തിയ സഹാബത്ത്. സുബ്ഹാനല്ലാഹ്. ജഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറദാ. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് സഹാബത്ത് പോവുകയാണ്. അതേ ഖുർആൻ പഠിപ്പിക്കാൻ സഹായിക്കാൻ ഓടി പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണേ, ഒരു കൂട്ടം ആളുകളെ, പാവപ്പെട്ട ആളുകളെ ശരീരം കൊണ്ട് സഹായിക്കാൻ പോകുന്ന സഹാബത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ജഅഫർ ഇബ്നു സാദിഖ് തങ്ങളാണ്. അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും സന്തോഷത്തിലാണ്. ഒരാൾ ചോദിച്ചു, ജഅഫർ എവിടെ? ഐന ജഅഫർ, ഐന ജഅഫർ എവിടെ? എല്ലാവരും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. തഥാ യുദ്ധം കഴിഞ്ഞപ്പം ചോദിക്കുകയാണ്, ജഅഫർ എവിടെ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജഅഫർ രണാങ്കണത്തിൽ പിടയുകയാണ്. ജഅഫർ രണാങ്കണത്തിൽ പിടയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓ ഉമ്മ പെങ്ങളെ, നിങ്ങൾ
മനസ്സിലാക്കണം. റസൂലുള്ളാഹിനെ കാണാൻ കഴിയാതെ റസൂലുള്ളാഹിനെ കാണുക എന്നുള്ളത് സന്തോഷം കണ്ടവർ, റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കൽ സന്തോഷം കണ്ടവർ, അവരതാ റസൂലുള്ളാഹിനെ വിട്ട് പിരിയുമ്പോ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നിങ്ങൾ നോക്ക, ആ നബി തങ്ങളെ അല്ലാഹ് പോലും വിളിച്ചതെങ്ങനെയാ? ഖുർആനിൽ മറ്റുള്ള പ്രവാചകന്മാരെ യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം എന്നൊക്കെ വിളിച്ചെങ്കിൽ നബി തങ്ങളെ പേരെടുത്ത് വിളിച്ചില്ല. നോക്ക്, നബിതങ്ങളെ ഖുർആനിൽ പേരെടുത്ത് വിളിച്ചില്ല. നബിതങ്ങളെ വിളിച്ചത് എങ്ങനെയാണ്? ത്വാഹ, യാസീൻ, മുസമ്മിൽ, ഹാമീം, യാ അയ്യുഹൽ മുസമ്മിൽ. നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ നല്ല നല്ല പേര് കൊണ്ട് നബിതങ്ങളെ അഭിസംബോധന ചെയ്തെങ്കിൽ അല്ലാഹ് പോലും നബിതങ്ങളെ വേദനിപ്പിക്കുന്ന, നബിതങ്ങൾക്ക് മാനസികമായ പ്രയാസമുണ്ടാക്കുന്ന ഒരു പദപ്രയോഗവും നടത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്നേഹം കൊടുക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമില്ലേ? അല്ലാ 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 അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ടത് ആരെയാണ്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നിങ്ങൾ കണ്ടില്ലേ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട്ടുകാരനായ ഉമർ ഖാദി തങ്ങള് അതാ നബി തങ്ങളെ സ്നേഹിച്ചു പോയി. അല്ലാ അല്ലാ, സ്നേഹിച്ചു സ്നേഹിച്ച് സ്നേഹിച്ചു പരസാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനേക്കാൾ അപ്പഴം സ്ഥാനം കൊടുത്ത് വാഴ്ത്തപ്പെട്ട നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാ അല്ലാ وجف دمعا سال من عينيه لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما يا أكرم الكرماء على أعتابكم وبر الفقير المرتدي لجنابكم الله. അവിടുന്ന് റൗളാ ശരീഫിന്റെ ചാരത്ത് വന്നിട്ട് പാവപ്പെട്ട വെളിയങ്കോട്ടുകാരനായ ഉമർ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറയുമ്പോ റൗളയുടെ വാതില് ഓട്ടോമാറ്റിക്കായി തുറന്ന സംഭവം ഞാനും നിങ്ങളും എത്രയെത്ര കേട്ടതാണ്. എന്നിട്ട് പറഞ്ഞതെന്താണ്? ഓ നബിയേ, എന്റെ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഒലിക്കുന്ന കണ്ണീർ തടങ്ങൾ വറ്റുന്നില്ല നബിയേ. എന്റെ കവിൾ തടത്തിലൂടെ ചാലിട്ടൊഴുകുകയാണ്. അല്ലാ, എന്തുകൊണ്ടാണ്? അവിടുത്തെ സ്നേഹം കൊണ്ട്, അവിടുത്തെ പ്രേമം കൊണ്ട്, അവിടുത്തെ അനുരാഗത്തിന്റെ അലയൊലിയിൽ ലയിച്ചത് കൊണ്ട്, അവിടുത്തെ അനുരാഗത്തോട് സുബ്ഹാനല്ലാഹ്
ഇഷ്ക് വെച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട്, ഞാൻ എൻ്റെ മോമിനീങ്ങളോട്, ഞാൻ എൻ്റെ പാവപ്പെട്ട മോമിനീങ്ങളോട് ചോദിക്കുന്നു, എൻ്റെ കൊച്ചനുജന്മാരോട് ചോദിക്കുന്നു, ആ നബി തങ്ങളെ ഓർത്ത്, ആ നബി തങ്ങളെ സഹിച്ച ത്യാഗത്തെ ഓർത്ത് ഞാനും നിങ്ങളും ഒന്ന് കരഞ്ഞിട്ടുണ്ടോ? ആ നബി തങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ, അല്ലാ, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സുഖലോലുപതകളും ആഡംബരങ്ങളും, അല്ലാ, എല്ലാം നബിയുമായി ബന്ധപ്പെട്ടതാണ്. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഓരോ സെക്കൻഡുകളും നബി തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാ അല്ലാ, പോരാ, ദുനിയാവിലും രക്ഷ, മരണസമയത്തും രക്ഷ, ആഖിറത്തിലും രക്ഷ. ആഖിറത്തിലേക്ക് പോകുമ്പോൾ ആദ്യം കിടക്കുന്ന ഖബറാകുന്ന വീട്ടിലും രക്ഷ. ആരാണ് മക്കളെ? ആരാണ് മുഅ്മിനീങ്ങളെ? ഒരു നേതാവും വരില്ല, ഒരാളും വരില്ല. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ഒരു സ്ഥലത്തും നമുക്ക് രക്ഷയ്ക്കില്ല, രക്ഷയില്ല. അല്ലാ അല്ലാ, എല്ലാവരും കൈയൊഴിയുന്ന സമയത്ത്, എല്ലാവരും അതാ നമ്മളെ വലിച്ചെറിയുന്ന സമയത്ത്, ആരാരും നമ്മളെ സംരക്ഷിക്കാനില്ലാതെ, ആരോടും സങ്കടം പറയാനില്ലാതെ, ആരുടെ മുമ്പിലും ഭാരം ഇറക്കി വെക്കാനില്ലാത്ത ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരുമ്പോൾ, എന്റെയും നിങ്ങളുടെയും സങ്കടങ്ങൾ കേൾക്കാൻ, ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, പ്രയാസങ്ങൾ കേൾക്കാൻ നമ്മുടെ മുമ്പിൽ ആരാ ഉള്ളത്? അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി, അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. അതുകൊണ്ട് സഹാബത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മുതൽ, ഉമർ ബിൻ ഖത്താബ് തങ്ങളെ മുതൽ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ മുതൽ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ വരെ, പോരാ, അതിന്റെ ശേഷമുള്ള മുഴുവൻ സഹാബത്തെ കിറാബും, ആയിരക്കണക്കിന് സഹാബത്തും, അതേ പിൻകാലത്ത് വന്ന ഇമാമിങ്ങളും എല്ലാവരും അത് പഠിച്ചു, അത് ചിന്തിച്ചു, അവിടത്തേക്ക് സ്നേഹം കൊടുത്തു. മുത്തുനബിയെ സ്നേഹിക്കാതെ, മുത്തുനബിയുമായി ബന്ധപ്പെടാതെ ഒരു വലിയനിക്കും വലിയാകാൻ കഴിയില്ല, ഒരു കുത്തുബിനിക്കും കുത്തുബാകാൻ കഴിയില്ല, ഒരു നബിക്കും നബിയാകാൻ കഴിയില്ല, ഒരു മഹാനും മഹാനാവാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളുടെ പാത, നമ്മളുടെ റൂട്ട്, നമ്മളുടെ വഴി അത് സൽ വഴിയാണ്, മുസ്തഖീമായ വഴിയാണ്. ഈ വഴി മുത്തുനബിയിലേക്കുള്ള വഴിയാണ്, മുത്തുനബിയിലൂടെ അല്ലാഹുവിലെത്താനുള്ള വഴിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നബി തങ്ങളുടെ മഹത്പാത, ആ പാത പിന്തുടർന്ന് ജീവിക്കുമ്പോൾ മാത്രമേ എനിക്കും നിങ്ങൾക്കുമൊക്കെ രക്ഷയുള്ളൂ. എല്ലാത്ത വഴികളൊക്കെ മോശപ്പെട്ട വഴികളാണ്. നിങ്ങളെ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്, സയ്യിദുൽ അവ്വലീനാണ്, സയ്യിദുൽ ആഖിരീനാണ്, ഖാതിമുൻ നബിയീനാണ്. ആ നബി തങ്ങളതാ, നബി തങ്ങളെ കൊണ്ട് പരിശുദ്ധ ദീൻ അല്ലാഹു തആല പൂർത്തിയാക്കിയെങ്കിൽ, ആ ദീന് പൂർത്തിയായെങ്കിലും ആ ദീനിന്റെ പ്രചാരകരും പ്രബോധകന്മാരുമാണ് പിന്നീട് വന്ന അയിമ്മത്തുകള്, ഖുലഫാഉർ റാഷിദീങ്ങള്, അതുപോലെ ഔലിയാക്കന്മാര്, സഹാബത്തെ കിറാമ്, ഇമാമിങ്ങളൊക്കെ, അവരൊക്കെ പിന്തുടർന്ന പാത ഏതാണ്? മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂട്ടാണ്. ആ റൂട്ടിലൂടെ ഞാനും നിങ്ങളും പോകണമെന്നും ഒരു തെറ്റിലേക്കും എന്റെയും നിങ്ങളുടെയും മനസ്സ് പോകരുതെന്നും നബി തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും എന്നിൽ നിന്നോ നിങ്ങളിൽ നിന്നോ ഉണ്ടാകരുതെന്നും നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ എല്ലാ വഴികളും നമുക്ക് തുറന്നു തരട്ടെ. നമ്മൾക്ക് ഇതൊന്നുമല്ല പ്രശ്നം, നമുക്ക് ആഖിറമാകുന്ന ഒരു ലോകമുണ്ട്, നമുക്ക് കിടക്കാനുള്ള ഒരു വീടുണ്ട്, ഖബറാകുന്ന വീട്. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മെ സ്വീകരിക്കാൻ ഒരാൾ വേണം. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഖബറിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മളെ മഹ്ശറയിലേക്ക് ചെല്ലുമ്പോ അതാ ഒരു ചാണി മേലെ സൂര്യൻ ഉദിച്ച് കത്തിജ്വലിച്ചു നിൽക്കുമ്പോ, ദാഹിച്ച് വിഷമിക്കുമ്പോ നമുക്ക് ദാഹമകറ്റാൻ ഒരു തുള്ളി വെള്ളം തരാൻ ആള് വേണം. അത് ഹൗലുൽ കൗസർ, അത് നബിതങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിക്കണം. സുബ്ഹാനല്ലാഹ്. ആ കൊടും ചൂടത്ത്, കൊടും വെയിലിൽ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഒരു കൂട്ടം ആളുകൾക്ക് തണൽ കൊടുക്കുന്ന സമയമുണ്ട്, അർശിന്റെ തണൽ. ആ തണൽ നമുക്ക് കിട്ടണമെങ്കിൽ നബിതങ്ങളുമായി ബന്ധപ്പെടണം. അങ്ങനെ നല്ലൊരു വഴിയിലൂടെ ജീവിച്ച് നല്ലവരായി നല്ലവരോടുകൂടി സഹവസിച്ച് നല്ലത് മാത്രം പറഞ്ഞ് നല്ലത് ചിന്തിച്ച് അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചു മരിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതിനായിരിക്കട്ടെ ഈ റബീഉൽ അവ്വൽ നാം മുഖവിലേക്ക് എടുക്കേണ്ടതും ഈ റബീഉൽ അവ്വലിൽ നാം വീട്ടിൽ ഓതുന്ന മൗലീദ് കൊണ്ടും സലാത്ത് കൊണ്ടും നബിതങ്ങളുമായുള്ള സ്നേഹം കൊണ്ടും നമുക്കുണ്ടാകേണ്ടത് ദുന്യവിയായ ഒരു നേട്ടവുമല്ല, പക്ഷേ ദുന്യവിയായത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, രണ്ടിനും നമുക്ക് വിജയം വേണം. രണ്ടും അല്ലാഹു തആല തരട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും അല്ലാഹു റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കട്ടെ, സലാമത്ത് നൽകട്ടെ. എല്ലാ വിഷയങ്ങളിലും അല്ലാഹു തആല ഫതഹ് നൽകട്ടെ. എല്ലാ ഖൈറിന്റെ വാതിലുകളും അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ഹിമ്മത്ത് നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. എല്ലാ ആഫത്ത് മുസീബത്ത് അടങ്ങേറിൽ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജോലിയിലും കച്ചവടത്തിലും ഭാര്യ മക്കളിലും വീട്ടിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.